എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Enlightenment, beginning, relaxation, empowerment, decision, achievement. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെയധികം സമാധാനത്തോടു കൂടിയിട്ടുള്ള അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും നിങ്ങൾ നയിക്കുന്നത്. പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണകളും തീരുമാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വളരെയധികം ഒരു വ്യക്തതയോട് കൂടിയിട്ട് ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ ഒത്തിരി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. മാനസികമായിട്ടുള്ള ഒരു മനസ്സിനെ അലട്ടുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വലിയ വലിയ ചിന്തകൾ അല്ലെങ്കിൽ വലിയ വലിയ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. പലരെയും സംബന്ധിച്ച് ഒരു പ്രായഭേദമന്യേ നിങ്ങൾ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ പുതിയ ഐഡിയാസും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ ദൈവഭക്തിയോ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും ആത്മീയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത് മൂലം നമ്മൾക്ക് അഹം എന്നുള്ളൊരു ഭാവം അല്ലെങ്കിൽ അഹങ്കാരം ഇല്ലാതെ അതേസമയം തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും നിങ്ങളുടെ ഐഡിയാസും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോവുകയും അഹങ്കാരം ലെവലേഷമില്ലാതെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അതേപോലെ പുതിയ ഐഡിയാസും പുതിയ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട്, അതായത് നമ്മൾ ശരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടു നടക്കാം എന്നുള്ള രീതിയിലൊരു വിഷൻ, ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. റിയലിസ്റ്റിക് ആയിരിക്കും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്. അമിതമായിട്ടുള്ള ഒരു നടക്കാത്ത കാര്യങ്ങൾ എന്നുള്ള രീതി, ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു ലെവലിലേക്ക് അല്ല കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് ആത്മവിശ്വാസമുണ്ട്, പക്ഷെ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് നമ്മൾ പറയും. അമിതമായിട്ട് ഇപ്പോൾ നമ്മൾ പുറത്തിപ്പോൾ മഴ പെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും മഴയൊന്നും പെയ്യില്ല എന്ന് പറഞ്ഞ് കുടയെടുക്കാതെ പോകുന്നത് നമ്മൾ ടോക്സിക് പോസിറ്റിവിറ്റിയാണ്. പക്ഷെ അതേസമയം നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, അതിനുള്ള കർമ്മം ചെയ്യുന്നു, അതിന് നല്ല ഫലം വരും എന്നുള്ള ഹോപ്പ് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, ആ രീതിയിൽ രണ്ടിനെയും വേർതിരിച്ച് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. പുതിയ തുടക്കമാണ് പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ. ഈ പറഞ്ഞ പോലെ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ ആ ഒരു ഐഡിയാസ് പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമായിരിക്കും. നിങ്ങളുടെ പ്രവർത്തന മേഖലയും കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബിസിനസ്സിൽ ഒരു ഉന്നത വിജയം അല്ലെങ്കിൽ ബിസിനസ്സിൽ മുന്നേറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ ഓൾറെഡി നിങ്ങളൊരു ബിസിനസ് മേഖലയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു തരത്തിൽ പുതിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും നല്ലൊരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുപോയി പുതിയ ബിസിനസ് ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ ഉള്ള ബിസിനസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ബിസിനസ്സോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു കട ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പുതിയൊരു കട തുടങ്ങുന്നു അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നു, അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കൂടിയും നിങ്ങൾ പുതിയ പുതിയ മാറ്റങ്ങൾ കുടുംബത്തിൽ വരുത്തുന്നുണ്ട്. ഇപ്പോൾ ജോലി ചെയ്യാത്തവരാണെങ്കിൽ, പുറത്തു പോയിട്ട് ജോലി ചെയ്യാത്തവരാണ് എങ്കിൽ, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവരാണെങ്കിൽ വീട്ടിലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പുതിയ ഐഡിയാസ്, പുതിയ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരും അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇവിടെ പലപ്പോഴായിട്ട് പലരും ചെയ്യുന്നൊരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നുമില്ല, പൈസ കുറവാണ് അല്ലെങ്കിൽ സാമ്പത്തികം കുറവായതുകൊണ്ട് ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തിയിൽ നിന്ന് മാറി അതായത് എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഞാൻ ആഗ്രഹിച്ച തലത്തിലോട് അടുത്ത് നിൽക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു രീതി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്.
റിലാക്സേഷൻ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങൾക്കൊന്നൊരു വെക്കേഷന് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യാത്ര പോകുന്നുണ്ട്, ഫാമിലിയോടൊപ്പമുള്ളൊരു യാത്രയാണ് സൂചിപ്പിക്കുന്നതും. കാലങ്ങൾക്ക് ശേഷമുള്ളൊരു യാത്രയായിരിക്കും ചില ആളുകളെ സംബന്ധിച്ച് അത് വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കാം. കാലങ്ങളായിട്ട് നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് യാത്രകൾ പോവാത്തവരാണെങ്കിൽ, പിന്നെ ഈ ഒരു കോവിഡ് വന്നതിന് ശേഷം പലരും യാത്രകളൊക്കെ പോവാതെ സിറ്റുവേഷനിലേക്ക് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ കുറഞ്ഞ ഒരു 4-5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ട് അടുത്തിടയ്ക്കൊന്നും യാത്ര പോവാത്തവർ യാത്ര പോകുന്നുണ്ട്. ഒരു വിനോദയാത്ര കുടുംബത്തോടൊപ്പം പോകുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം എന്ന് പറയുന്നത് നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ്. നന്നായിട്ട് ഒത്തിരി സംസാരിക്കുന്ന, ഒത്തിരി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ നല്ലൊരു കണക്ഷൻ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒത്തിരി നല്ല രീതിയിൽ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ എല്ലാവരും വളരെ ഓണസ്റ്റായിട്ട്, വളരെ സത്യസന്ധതയോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും സ്വന്തം ചിന്തകളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒത്തിരി വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുത്ത് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ സുഗമമായിട്ടുള്ളൊരു യാത്രയാണ്. ഒരു ബന്ധങ്ങളിൽ ഒരു ഇമോഷണൽ ബാലൻസ്, സ്റ്റെബിലിറ്റി, അതായത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളോടാണെങ്കിലും അച്ഛനമ്മമാരോടാണെങ്കിലും സ്ഥിരം എന്നും കാണുന്ന അതേ ഇത് തന്നെ, പ്രത്യേകിച്ചൊരു ഇമോഷണൽ ആയിട്ടുള്ള സംസാരങ്ങളൊന്നും ഉണ്ടാവാറില്ല. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാറില്ല. അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് സ്വന്തം അച്ഛനമ്മമാരോടോ മക്കളോടോ ഭാര്യയോ ഭർത്താവോ ആയാലും എനിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് വാക്കാൽ, അതായത് നമ്മൾ പലപ്പോഴും എല്ലാവരും അങ്ങോട്ടേക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല പ്രാരബ്ധങ്ങളും കൊണ്ട് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളാണ്, തുറന്ന് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ഒരു ഐ ലവ് യു പറയുന്നതോ അല്ലെങ്കിൽ വാക്കുകളാൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സമയം വരുന്നുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ബന്ധത്തിലൊരു ഊഷ്മളത കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എംപവർമെൻ്റ് ആണ്. പലരെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ജോലിയിലേക്ക് കയറുന്ന, നിങ്ങൾ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതിനുശേഷം ഒരുപക്ഷെ ചിലപ്പോൾ അതിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചിലപ്പോൾ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ വീണ്ടും ജോലിയിലേക്ക് കയറുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പല കാരണങ്ങളോട് ജോലി ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഇനി ഒന്ന് തിരിച്ചു ജോലിയിലേക്ക് കയറാമെന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഡിസിഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് തരത്തിലാണോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏത് തരത്തിലാണോ ജീവിതം ഇനി മുന്നോട്ടേക്ക് നയിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇവിടെ കാണിക്കുന്നത്. വിദേശത്ത് പോയിട്ട് പഠിക്കണം, നാട്ടിൽ പഠിക്കണം, ഇന്ന കോഴ്സ് പഠിക്കണം, ഏത് കോഴ്സ് പഠിക്കണം എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം, പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതായിട്ടുള്ള ഒരു സൂചന ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാസം പൊതുവേ നിങ്ങൾ കുറച്ച് വൃത്തി കൂടുതലുള്ള സമയമായിരിക്കും. അപ്പോൾ എല്ലാം വൃത്തിയാക്കി വയ്ക്കുന്നത് കൂടാതെ തന്നെ ആവശ്യത്തിൽ കവിഞ്ഞൊരു വൃത്തി കാണിക്കുന്നുണ്ട്. എല്ലാം ഭംഗിയും വൃത്തിയും അടുക്കും ചിട്ടയോടുകൂടി വയ്ക്കുക, ഉത്തരവാദിത്വം കൂടുതലായിട്ട് ഏറ്റെടുക്കുക, എല്ലാം സ്വന്തം ചുമലിലേക്ക് ഏറ്റെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതേപോലെ അച്ചീവ്മെൻ്റ് ആണ്. ജോലി സംബന്ധമായിട്ട് കരിയർ ആൻഡ് ഫിനാൻസ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു പ്രധാനപ്പെട്ട ഒരു സമയമാണ്. പ്രധാനപ്പെട്ട സമയം എന്ന് പറയുമ്പോൾ ജോലിയിൽ മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ച് പ്രൊമോഷൻ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ ജോലിയിൽ ലഭിക്കുന്നുണ്ടാവും. ജോലിയിൽ ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങൾ പോകുന്നതിൻ്റെ ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം സാധ്യമാകുന്നതിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് വീട് വയ്ക്കുന്നതിനുള്ള ഒരു സാഹചര്യം, അതും ഒരു അച്ചീവ്മെൻ്റ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഇതുവരെ വീട് എന്നുള്ളൊരു സങ്കല്പം സത്യമായിട്ടില്ല എങ്കിൽ അത് സത്യമായി തീരാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു ശമ്പള വർധനവ് ചില ആളുകളിൽ കാണിക്കുന്നുണ്ട്. വലിയൊരു പൊസിഷൻ മാറ്റം, ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ നിന്ന് മാനേജറൽ പോസ്റ്റിലേക്ക് പോകുന്ന സിറ്റുവേഷനും ചില ആളുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.